ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകപൃച്ഛാമത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്കാരം. ഇതിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 14-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്കിന്ന് ശ്രദ്ധിക്കേണ്ടത്. ദേവ ദ്വിജ ഗുരുപ്രാജ്ഞ ഭോജനം ശൗചമാർജവം ബ്രഹ്മചര്യ അഹിംസാച ശാരീരം തപോച്ചതേ. ദേവന്മാർ, ബ്രാഹ്മണർ, ഗുരുക്കന്മാർ, ജ്ഞാനികൾ ഇവരെ പൂജിക്കുക. ബാഹ്യ ആഭ്യന്തര ശുചിത്വം, വക്രതയില്ലായ്മ, ബ്രഹ്മചര്യം, അഹിംസ അതായത് ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കൽ എന്നിവയാണ് ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്. അപ്പോ ആഹാരം, സത്യാഹാരം എന്താണെന്നും ആഹാരത്തെ പറ്റിയുള്ള ത്രിവിധ ഭേദങ്ങളെയും ആഹാരത്തെ ശ്രദ്ധിക്കേണ്ട വിധത്തെ പറ്റിയെല്ലാം പറഞ്ഞു. ആ ആഹാരത്തിലൂടെ നമ്മൾ സാത്വിക സ്വഭാവം ഉണ്ടാക്കി സാത്വിക യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് യജ്ഞകർമ്മം ചെയ്യുന്നതിലും സാത്വികവും രാജസവും താമസവും ഏത് തരത്തിലാണോ നമ്മുടെ സ്വഭാവം അതനുസരിച്ച് കൊണ്ടായിരിക്കും നമുക്ക് കർമ്മവാസനയും ജന്മവാസനയും സ്വഭാവവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതനുസരിച്ചു കൊണ്ടാണ് നമ്മൾ യജ്ഞകർമ്മങ്ങൾ ചെയ്യുകയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും 50% യജ്ഞഭാവന ഈശ്വരീയമായ ഗുണങ്ങളായിട്ട് എല്ലാവരും അത് ഈശ്വരവിശ്വാസം ഉള്ളവരിലും അല്ലാത്തവരിലും സ്ഥാവര ജംഗമ വസ്തുക്കളിലും സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഭഗവാന്റെ പ്രകൃതിയാവുള്ള ഗുണങ്ങളാൽ തന്നെ മായാസംബന്ധിയായിക്കൊണ്ട് സർവപ്രകൃതി ജൈഗുണ എന്ന ഭാവത്തിൽ തന്നെ യജ്ഞഭാവന ഈ പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം ഉണ്ട്. അത് ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. അത് നിരീശ്വരവാദി ആയിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, ഭക്തിവാദി ആയിക്കോട്ടെ, മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, 84 ലക്ഷം തരം ജീവജാലങ്ങളിലും ഈ 50% യജ്ഞഭാവന എല്ലാവരിലും ഉണ്ട്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇല്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. അത് സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളിലും വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും ഈ പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായ എല്ലാ പ്രപഞ്ചങ്ങളിലും എല്ലാ പ്രപഞ്ചശക്തികളിലും ഈ യജ്ഞഭാവനയുണ്ട്. അത് 50% നിജപ്പെടുത്തിയ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഗഹനമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചോ സ്വാർത്ഥത കൊണ്ടാണെങ്കിൽ പോലും ആസുരീഭാവത്തിൽ വർത്തിക്കുന്നവർക്കും യജ്ഞഭാവനയുണ്ട്. കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടെന്നർത്ഥം. അത് ചെയ്യുന്നത് പോലും അതിൽ നേച്ചർ അനുസരിച്ച് കൊണ്ട് ഈശ്വരീയമായ ഈ യജ്ഞഭാവനയൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മുടെ സ്വഭാവം ഓരോരുത്തരുടെയും ജന്മവാസനയും കർമ്മവാസനയും അനുസരിച്ചു കൊണ്ടായിരിക്കും ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യജ്ഞത്തെ കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ യജ്ഞഭാവനയായി പ്രവർത്തിക്കുന്നത്. അത് സാത്വിക സ്വഭാവമാണെങ്കിൽ അതനുസരിച്ചുള്ള യജ്ഞഭാവന ഉണ്ടാകും. രജോ ഗുണ സ്വഭാവമാണെങ്കിൽ അത് അനുസരിച്ചായിരിക്കും അത് പ്രകടമാകുക. തമോ ഗുണമാണെങ്കിൽ അതനുസരിച്ചായിരിക്കും പ്രകടമാകുന്നത്. എന്തായാലും 50% യജ്ഞഭാവന എല്ലാവരിലും ഉണ്ട്. ഈ 3 മായാബന്ധിതമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, സ്ഥാവര ജംഗമ വസ്തുക്കളിൽ പോലും യജ്ഞഭാവനയുണ്ട്. അത് ഭഗവാൻ കർമ്മയോഗം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം. സഖയജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം വേഷപോസ്തിട്ട കാമത എന്ന ഭാവനയിലാണ് ഈശ്വരൻ സഖയജ്ഞ ഭാവനയോടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും. അപ്പം ആ യജ്ഞഭാവനയുടെ പരിണത ഫലമായിട്ട് തന്നെ കാമധേനുവിനെ പോലെ ഈ പ്രപഞ്ചത്തെ നിലനിൽപ്പിട്ട് ആവശ്യമായതെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടുകയും അത് നിലനിൽക്കുകയും അത് നശിക്കേണ്ട സമയത്ത് നശിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സഖയജ്ഞ ഭാവനയുടെയാണ്. അവിടെ എന്തൊക്കെ മനുഷ്യൻ മാത്രമാണ് ഈ തോന്നിവാസം പ്രവർത്തിച്ച് ഈ യജ്ഞഭാവനയ്ക്കൊക്കെ കോട്ടം വരുത്തുന്നതും ഈശ്വരശക്തികളെ പോലും ദുർവിനിയോഗം ചെയ്യാൻ ഇടവരുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഈ സൃഷ്ടിയുടെ കാലം അത്രയും അത് നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും വേണ്ടില്ല, പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ തട്ടി മുളച്ച് പിന്നെയും വരും തർക്കം. അപ്പൊ അതുകൊണ്ട് അതൊരു സഹയജ്ഞ ഭാവനയാൽ കാമധേനുവിനെ പോലെ പ്രവർത്തിക്കുന്ന ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിജപ്പെടുത്തി വച്ചിരിക്കുന്ന യജ്ഞഭാവനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തെ നോക്കുള്ളൂ. ഏതൊക്കെ തരത്തിൽ നമ്മൾ അതിനെ പീഡിപ്പിച്ചാലും സ്വയം ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ജീവിച്ചാലും എങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ആയുസ് അത്രയും ഈ ശരീരം അതേപടി നിലനിൽക്കും.
അത് ആദ്യ ശ്വാസം എടുക്കുന്നതും അവസാന ശ്വാസം വിടേണ്ടതും ഒക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്തൊക്കെ നമ്മൾക്ക് ന്യായമായിട്ടോ അന്യായമായിട്ടോ ഈ ശരീരം കൊണ്ട് ചെയ്താലും നമ്മൾ ജീവിക്കേണ്ടടുത്തോളം കാലം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കാമധേനുവിനെ പോലെ കിട്ടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് വേണ്ടതോ വേണ്ടാത്തതോ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ സ്വഭാവത്തെ അനുസരിച്ചുകൊണ്ടായിരിക്കും അതിനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുന്നത്. സാത്വിക സ്വഭാവമുള്ളവർ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. രജോഗുണ സ്വഭാവമുള്ളവർ സ്വാർത്ഥ താല്പര്യത്താൽ ഫലസിദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് പരോപകാരാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ, തനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും യജ്ഞകർമ്മങ്ങൾ ചെയ്യുക. തമോ ഗുണമുള്ളവർ അത് വേണ്ട വിധത്തിലോ ആസുരീഭാവത്തിലോ ആത്മനിയന്ത്രണമില്ലാതെയും ത്യാഗമനസ്ഥിതിയില്ലാതെയും ദയയില്ലാതെയും ഒക്കെ പ്രവർത്തിച്ചാലും വേണ്ടില്ല, അവരും നിലനിൽക്കുന്നുണ്ടല്ലോ. നിരീശ്വരവാദികളും അവരും അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ യജ്ഞഭാവന നിലനിർത്തുന്നതിന് അത് സത്വഗുണാത്മകമോ രജോ ഗുണാത്മകമോ തമോ ഗുണാത്മകമോ ആയാലും ആ യജ്ഞഭാവനയൊക്കെ യഥാവിധി നടപ്പാക്കുന്നതിന് ആധാരമായിട്ട് നിൽക്കുന്നത് ഈ ശരീരമാണ്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. ഈ പറയുന്ന യജ്ഞഭാവന നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത് തമോ ഗുണാത്മകമായിട്ട് ഒരു അസുരനായാലും വേണ്ടില്ല, ഈശ്വരവാദി നിരീശ്വരവാദി ആയിക്കോളൂ, ദൈവീ സമ്പത്തോട് ജനിച്ചവനായാലും അസുരി സമ്പത്തോടു കൂടി ജനിച്ചവനായാലും ശരീരമാധ്യം കലു ധർമ്മസാധനം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വ്യക്തിപരമായിട്ട് ഈശ്വരീയ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന പ്രകൃതി സമ്പന്നമായ ഈ ശരീരത്തെ വ്യക്തോപാസനയിലൂടെ ഭക്തിയിലൂടെ തന്നെ അതിനെ ശ്രദ്ധയോടെ പരിപാലിക്കണം എന്നർത്ഥം. അത് ഞാൻ ഭക്തിയോഗം പറഞ്ഞപ്പോൾ പറഞ്ഞു. വ്യക്തോപാസന എന്ന് പറഞ്ഞാൽ അവനവന്റെ ശരീരത്തെ ഉപാസിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഭക്തി. കാരണം നമുക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കണമെങ്കിൽ, ഒരു ഈശ്വരപൂജ നടത്തണമെങ്കിലും, വേദവൈദ്യ മാർഗങ്ങളിൽ ശാസ്ത്രങ്ങൾ അനുസരിക്കണമെങ്കിലും, ഒരു ക്ഷേത്രദർശനം നടത്തണമെങ്കിലും, ഒരു സത്സംഗത്തിൽ പങ്കെടുക്കണമെങ്കിലും, അറിവ് നേടണമെങ്കിലും, എല്ലാത്തിനും എന്ത് ഇച്ഛിക്കുന്ന കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അത് അസുര ജന്മമായാലും ദൈവിക ജന്മമായാലും വേണ്ടില്ല, മനുഷ്യന് ശരീരം ഇല്ലാതെ അത് ആയുരാരോഗ്യത്തോടെ അല്ലാതെ ഒരിക്കലും അത് ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യണമെങ്കിലും, നല്ലത് ചിന്തിക്കണമെങ്കിലും, നല്ലത് പറയണമെങ്കിലും, നല്ലത് പ്രവർത്തിക്കണമെങ്കിലും ഈ ശരീരമാധ്യം കലു ധർമ്മസാധനം. അപ്പൊ ആ ശരീരത്തെ യഥാവിധി കേടുകൂടാതെ ആയുരാരോഗ്യത്തോടെ സംരക്ഷിക്കണമെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ ശരീരം ശ്രേഷ്ഠമാണെങ്കിൽ മാത്രമേ ഇനി അടുത്ത 2 തപസ്സുകൾ ചെയ്യാൻ പറ്റൂ. വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്താണെന്നും മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്താണെന്നും അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ശരീരം ശ്രേഷ്ഠമല്ലെങ്കിൽ നമ്മുടെ മനസ്സും വാക്കും ഒന്നും ശരിയാവില്ല. മനസ്സ് ചഞ്ചലമാണെങ്കിൽ വാക്കും വിറയലുണ്ടാവും, ഉറച്ച ശബ്ദം വരില്ല. മഹാസ്വനൻ എന്ന് പറയുന്ന ഭഗവാന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠമായ സ്വരം ലഭിക്കില്ല. ഈശ്വരന് തന്നെ, ഗുരുവായൂരപ്പന് തന്നെ സഹസ്രനാമത്തിൽ മഹാസ്വനൻ എന്നൊരു പേരുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠമായ സ്വരത്തോടു കൂടിയവെന്ന. അപ്പൊ ഭഗവാനെ ഭജിക്കുന്നവർ ശ്രേഷ്ഠമായ ശബ്ദം കൊടുക്കുന്നവനും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിനും മാധ്യമം എന്തായി? ശരീര. ഈ ശരീരത്തിലൂടെയല്ലേ ശബ്ദം വരിക. അപ്പൊ അതുകൊണ്ട് ദേവ ദ്വിജ ഗുരു ശരീരത്തിന്റെ തപസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ധർമ്മം എന്താണ്? അത് ധർമ്മക്ഷേത്രമായിട്ട് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയാകുന്ന കുരുക്ഷേത്രത്തിൽ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തോടു കൂടി വന്ന് ജനിച്ചിട്ട് പരിണാമങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഈ ശരീരത്തോടു കൂടി നമ്മൾ ജനിച്ചതുപോലെ അല്ല ഇപ്പൊ ഇരിക്കുന്ന, എന്തായാലും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയിലെ എല്ലാ ഘടകങ്ങളും ചലനാത്മകമാണ്. അത് സൃഷ്ടിക്കപ്പെട്ട അതേ നിമിഷത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല, പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തോടു കൂടി ഈ ഭൂമിയാകുന്ന കുരുക്ഷേത്രത്തിൽ നമ്മൾ വന്ന് ജനിച്ചിട്ട് ഇതുവരെ ധർമ്മത്തിന് ക്ഷതം വരാതെ ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തു? ആ ചിന്ത കൊണ്ടായിക്കോട്ടെ, വാക്കുകൊണ്ടായിക്കോട്ടെ, പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, എന്തൊക്കെ നമ്മൾ ചെയ്തു? ഒന്ന് പുനർവിചിന്തനം ചെയ്തു നോക്കുക. അപ്പൊ അതിന് മാധ്യമം ധർമ്മക്ഷേത്രമാകുന്ന ശരീരമാണെങ്കിൽ ആ ശരീരത്തിന് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കണമെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ് ആദ്യം ചെയ്യണം. അതിൽ ഫലേച്ഛ ഇല്ലാതെ ചെയ്യണം, അർപ്പണബോധത്തോടെ ചെയ്യണം, യജ്ഞഭാവനയോട് ചെയ്യണം. ആ നമ്മുടെ ശരീര ആരോഗ്യത്തോട് കാത്തു സംരക്ഷിച്ചാൽ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പരാപകാര. അപ്പൊ അതിൽ യജ്ഞഭാവന ഉണ്ടാവും. അതിൽ സ്വാർത്ഥ താല്പര്യം വേണ്ട. കാരണം ശരീരമാധ്യമം കലു ധർമ്മസാധനം. ധർമ്മത്തെ നമുക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കണമെങ്കിൽ ശരീരമാണ് മാധ്യമം. അതുകൊണ്ട് ആ ശരീരം കൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ദേവന്മാരെ പൂജിക്കണം. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളാണ്. വെറുതെ ജാതി മതങ്ങൾ വിധിച്ചിട്ട് ബ്രാഹ്മണരെ പൂജിക്കരുത്, ഇല്ലെങ്കിൽ ബ്രാഹ്മണരെ ബഹുമാനിക്കരുത്, ആദരിക്കരുത് ഇന്നത്തെ ജാതി മതങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആരെങ്കിലും ചിന്തിച്ചാൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ജാതി മതത്തിൽപ്പെട്ടവരായാലും ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്ന ആളെ പൂജിക്കണം എന്നാണ്. അത് ശൂദ്രനാകാൻ ചിലപ്പം. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പറ്റി അറിഞ്ഞവൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ,
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. എന്താ ആ വൃദ്ധനായ ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ ശൂദ്രനാണെന്ന് തോന്നും, അല്ലേ? ശൂദ്രനായിക്കോട്ടെ, പക്ഷെ ആ വ്യക്തിയുടെ പ്രഭാവത്വം, വേഷഭൂഷാദികൾ കണ്ടാലും അദ്ദേഹം ഒന്നുമല്ല, ഒന്നുമില്ലാത്തവനാണെന്ന് തോന്നും. വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് നിന്ന് പറയുന്ന കാര്യങ്ങൾ ബ്രഹ്മജ്ഞാനാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കാണുന്ന ആൾക്കാരെ അവിടെ പൂണൂലാണോ ബ്രാഹ്മണ കുലത്തിലാണോ ജനിച്ചതെന്നല്ല അവിടെ പ്രശ്നം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്നർത്ഥം. അപ്പൊ ആ ബ്രഹ്മജ്ഞാനിയെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം. ഇത് ശരീരം കൊണ്ട് ചെയ്യേണ്ടതാ. അങ്ങനെയുള്ളവരെ കണ്ട നമസ്കരിക്കാൻ മടിക്കേണ്ടെന്നർത്ഥം. അപ്പൊ ഗുരുക്കന്മാർ നമുക്ക് ഏത് തരത്തിൽ അറിവ് പകർന്നു തരുന്ന 24 ഗുരുക്കന്മാരെ പറ്റി എന്താ പറയണ്ടേ, ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. അത് സൂര്യചന്ദ്രനാൾ പോലെ ഒരു പല്ലിയും 8 വരെ അവിടെ ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു തരുന്ന ഏതൊരു വസ്തു ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു ജീവി ആയിക്കോട്ടെ, അതിനെയൊക്കെ ഗുരുസ്ഥാനത്ത് കാണണം, അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, പരിരക്ഷിക്കണം. പിന്നെ ഏത് തരത്തിലുള്ള ജ്ഞാനി ആയാലും വേണ്ടില്ല, അത് ആധ്യാത്മികമായിക്കോട്ടെ ഇല്ലെങ്കിൽ ഭൗതികമായിക്കോട്ടെ, അറിവുള്ളവരെ കണ്ടാൽ ബഹുമാനിക്കണം. നമ്മളെക്കാളും അറിവുള്ളവരാര് കണ്ടാലും വേണ്ടില്ല, അത് എനിക്ക് തുല്യമാണ് എന്ന് കരുതിയിട്ട്, ഇല്ലെങ്കിൽ എന്നെക്കാളും താഴെയാണ്, ഞാൻ ആധ്യാത്മികമൊക്കെ പഠിച്ചിരിക്കുന്ന ആളാ, ഗീത പഠിക്കാത്ത ആളെ കണ്ട ഞാൻ ബഹുമാനിക്കില്ല, ബാക്കിയുള്ള വിഷയങ്ങൾ പറയുന്ന അതിൽ ജ്ഞാനമുള്ള ആളാ, ഇങ്ങനെയൊന്നും വേണ്ട. അതായത് ഭൗതികമായിക്കോട്ടെ ഏത് തരത്തിലുള്ള അറിവുള്ളവരെയും ഗുരുക്കന്മാരായിട്ട് കാണണം, ആ ജ്ഞാനത്തെ ബഹുമാനിക്കണം, ആ ജ്ഞാനത്തെ, ആ വ്യക്തിയല്ല, അവിടെ ജ്ഞാനത്തെ പൂജിക്കണം എന്നാണ് പറയുക. പിന്നെ ബാഹ്യ ആഭ്യന്തര ശുദ്ധി, അകത്തും പുറത്തും രാഷ്ട്രീയക്കാരുടെ കൂട്ട് തോന്നിവാസം കാണിക്കുന്നവരാകരുത്. അവർ ചിന്തിക്കുന്നത് ഒന്നായിരിക്കും, പറയുന്നത് വേറൊന്നായിരിക്കും, പ്രവൃത്തിയിൽ വരുമ്പം വേറൊരു വിധത്തിലായിരിക്കും. അവർക്ക് ശരീരം കൊണ്ടുള്ള തപസ്സുണ്ടാവില്ല, വാക്കുകൊണ്ടുള്ള തപസ്സുണ്ടാകില്ല, മനസ്സുകൊണ്ടുള്ള തപസ്സുണ്ടാവില്ല. അപ്പം മനസ്സ് നിഷ്കളങ്കമായിട്ട് ആ മനസ്സും അകത്തും പുറത്തും ശുദ്ധമായിട്ടിരിക്കുന്നതിനാണ് ഇവിടെ ബാഹ്യ ആഭ്യന്തര ശുചിത്വം പാലിക്കണം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് വക്രത അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്തത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ വക്രബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ശരീരം ഉപയോഗിച്ച് ആരെയും ദ്രോഹിക്കരുത്, പീഡിപ്പിക്കരുത്. ബ്രഹ്മത്തെ ആചരിക്കണം ശരീരം കൊണ്ട്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുടുംബവും കുടുക്കയൊക്കെ വിട്ടിട്ട് സന്യസിക്കാൻ പോകുക എന്നല്ല അർത്ഥം. ബ്രഹ്മത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ നടത്തുന്ന ആളാണ് ബ്രഹ്മചാരി എന്ന് പറയാം. അല്ലാതെ കാവ്യവസ്ത്രം എടുത്തു ഒരു ആശ്രമത്തിൽ പോയി ചേർന്നു, ദീക്ഷ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും ബ്രഹ്മചാരിയാകുന്നൊന്നുമില്ല. ബ്രഹ്മത്തെ ലക്ഷ്യമാക്കണം. ബ്രഹ്മത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ യഥാവിധി ശാസ്ത്രവിധി പ്രകാരം അത് അനുഷ്ഠിക്കുന്ന ആളാണ് ബ്രഹ്മചാരി എന്ന് പറയാം. അപ്പൊ ആ ബ്രഹ്മത്തെ ആചരിക്കുന്ന ആള് ബ്രഹ്മചര്യം പാലിക്കുന്നവനാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ബ്രഹ്മചര്യത്തെ പറ്റി പഠിക്കുക, അത് ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കുക. അത് ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ശരീരം കൊണ്ട് നിലനിർത്തുന്നതിന് ആവശ്യമായതൊക്കെ പഠിക്കാനും ആചരിക്കാനും, ഈ പറയുന്ന ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സൊക്കെ എന്തൊക്കെയാണെന്ന് ബ്രഹ്മചര്യാശ്രമത്തിൽ ഏകദേശം ജനിച്ചാൽ 25 വയസ്സ് വരെ ഇതൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. അത് യഥാവിധി വേദവൈദിക മാർഗങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പ്രകൃതി ഘടകങ്ങളെ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കാതെ അതിനെ യഥാവിധി ഉപയോഗിക്കാൻ പഠിക്കുന്നതാണ് ബ്രഹ്മചര്യാശ്രമത്തിന്റെ ധർമ്മം. പിന്നെ അഹിംസ, ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു വ്യക്തിയെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് വേദനിപ്പിക്കരുത്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു ജീവിയെ വെട്ടിനുറുക്കൊക്കെ കൊല്ലുന്നത് മാത്രമല്ല ഹിംസ എന്ന് പറയുന്നത്. വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറിയാൽ അത് കൊല്ലാതെ തന്നെ കൊല്ലുന്നതിന് തുല്യ. അതുകൊണ്ട് ആരെയും ഒരു തരത്തിലും ശരീരം കൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക എന്നിവയാണ് ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ തപസ്. അപ്പം ഇതിൽ കോട്ടം വരുത്താതെ ചെയ്യാൻ സാധിക്കണം നമുക്ക്. ഇത് ശരീരം കൊണ്ട് ചെയ്യേണ്ട വ്യക്തോപാസനയിലൂടെ തന്നെ ശരീരത്തെ ശ്രേഷ്ഠമാക്കി നിർത്തിക്കൊണ്ട് ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട ആദ്യ ധർമ്മമാണ് ദേവന്മാരെ, ബ്രാഹ്മണരെ, ഗുരുക്കന്മാരെ, ജ്ഞാനികൾ ഇവരെ പൂജിക്കുക, ആഭ്യന്തരവും ബാഹ്യവുമായ ശുചിത്വം പാലിക്കുക, വക്രതയില്ലാതെ പെരുമാറുക, ബ്രഹ്മചര്യത്തെ ആചരിക്കുക, ബ്രഹ്മത്തെ ആചരിക്കുക, അഹിംസ, മറ്റൊരാവരെ ഒരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കുക എന്നിവയാണ് ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്. പിന്നെ പറയുന്ന അനിത്യേക കരം വാക്യം സത്യം പ്രിയം ഹിതം ചെയ്യ സാധ്യായ അഭ്യാസനം ചെയ്യുക വാക്മയം തപൗച്ചത്. ഇനി വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്താ? അന്യർക്ക് മനക്ഷോഭത്തെ ഉണ്ടാക്കാത്തതും സത്യമായതും പ്രിയങ്കരവും
ഹിതകരവുമായ വാക്കും ആധ്യാത്മിക ശാസ്ത്ര പഠനവും വാഗ്മയമായ തപസ്സാകുന്നു. അപ്പം വാക്കുകൊണ്ട് ചെയ്യേണ്ട ദിവസം ശരീരം ആയുരാരോഗ്യത്തോടെ കാത്തു സംരക്ഷിച്ച് ശാസ്ത്രവിധി പ്രകാരം നമ്മൾ ആരെയൊക്കെയാണോ ബഹുമാനിക്കേണ്ടത്, പൂജിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ് എന്താന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ശരീരത്തിൽ ശബ്ദബ്രഹ്മത്തെ എങ്ങനെ സൂക്ഷിക്കാം. ആ ശബ്ദബ്രഹ്മമാണ് വാക്കുകൊണ്ട് പുറപ്പെടുക. അപ്പം അതിന് ഉതകുന്നതാണ് നാമസങ്കീർത്തനം, മന്ത്രജപം. മന്ത്രങ്ങൾ കൊണ്ട് മനസ്സിനെ തെളിമയുണ്ടാക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സിനെ കടഞ്ഞെടുക്കാനും, പാലാഴി കടഞ്ഞതുപോലെ കടഞ്ഞെടുത്താൽ അതിൽ ഗുണദോഷങ്ങളെല്ലാം പുറത്തു വരും. അതിൽ ഗുണത്തെ എടുത്ത് ഉപയോഗിക്കുക, ദോഷങ്ങളെയൊക്കെ അസുരന്മാർക്ക് കൊടുത്തേക്കാം. അപ്പം അതിനാണ് അത് ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രത്തെ തത്വപഠനം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആധ്യാത്മിക ശാസ്ത്ര തത്വപഠനത്തിൽ നിന്നും ഈ വാക്കുകളെ ശുദ്ധീകരിക്കാനുള്ള ജ്ഞാനമൊക്കെ അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് നാമസങ്കീർത്തനം വെച്ച് സർവപാപ പ്രണാശനം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വാക്ക് പിഴച്ചാൽ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ആസ്ഥാനത്തായി പോകും. അതുകൊണ്ട് എന്നാൽ സത്യം പറയുകയും വേണം, അത് ഹിതകരമായിരിക്കണം, മറ്റുള്ളവർക്ക് കേട്ടാൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന ഹിതകരമായിരിക്കണം, പ്രിയങ്കരമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ഒരു കാലത്തിലും മനക്ഷോഭത്തെയോ ഇല്ലെ വികാര വിചാരങ്ങളെ ഉണർത്തുന്നതായിരിക്കരുത്. അത്തരത്തിൽ ഉള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് വരണമെങ്കിൽ ആധ്യാത്മിക ശാസ്ത്ര പഠനം നടത്തണം. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വാക്കുശുദ്ധിയും ശബ്ദശുദ്ധിയും ആ ഈശ്വരന്റെ ഗുരുവായൂരപ്പന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശ്രേഷ്ഠമായ ശബ്ദത്തിന് ഉടമയായി മാറുന്നതൊക്കെ ഇതിൽ നിന്നാണ്. ഇത് രണ്ടും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യയുക്തമായിട്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ സഹസ്രനാമം ജപിച്ചാൽ തന്നെ നിങ്ങളുടെ ശബ്ദം നന്നാകും, വാക്കുകൾ നന്നാകും, നല്ലത് ചിന്തിക്കാൻ സാധിക്കും, നല്ലത് പറയാൻ സാധിക്കും. അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് വാക്കുകളെ ഉപയോഗിക്കാൻ സാധിക്കും, സത്യത്തെ വെളിപ്പെടുത്താൻ സാധിക്കും. ആർക്കും അനുക്ഷോഭത്തെ ഉണ്ടാക്കാതെ തന്നെ സത്യത്തെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. കാരണം നമ്മുടെ ശരീരത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് നശിക്കാത്തതായ അക്ഷരബ്രഹ്മമാണ്. ആ അക്ഷരബ്രഹ്മത്തെ യഥാവിധി ഉപയോഗിക്കാൻ പഠിച്ചാൽ മനസ്സിനെ കടഞ്ഞെടുത്ത് വാക്ക് ശുദ്ധി, ശബ്ദം ശുദ്ധി വരും. അപ്പൊ അതിൽ നിന്നാണ് വാക്ക് നമുക്ക് മറ്റുള്ളവർക്ക് ഹിതകരമായിട്ടും സത്യം പ്രിയങ്കരമായിട്ടും പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് കാപട്യം ഉണ്ടാവും, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതായിരിക്കല്ല പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലും വാക്കുകൾ ഉപയോഗിക്കുന്ന വിധത്തിൽ പെരുമാറുന്നവരുണ്ട്. അതല്ല, മറ്റുള്ളവർക്ക് ഹിതകരമായിരിക്കണം, അവർക്ക് ഒരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാക്കരുത്, അവരെ വികാര വിചാരങ്ങൾക്ക് അടിമയാകരുത്, അവർക്ക് ഹിതമനമായിരിക്കാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശബ്ദം കേട്ടാൽ തന്നെ അവർക്ക് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാകണം. വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു അമൃതവാണി പോലെ നമ്മളിൽ നിന്ന് ശബ്ദം ഉരുക്കൊഴിക്കുന്നത് മറ്റുള്ളവർക്ക് കേട്ടാൽ നയനാനന്ദകരമായിരിക്കണം. അതേപോലെ തന്നെ കർണാനന്ദകരമായിരിക്കണം. അപ്പോഴേ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ പറയുന്നത് നികൃഷ്ടമായ ഭാഷയോ നിങ്ങൾക്ക് കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ഭാഷയിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വോയിസ് മെസ്സേജ് ഒന്നും കേൾക്കില്ല. നമുക്കൊരു വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ മനസ്സിന്റെ ഇരിപ്പ് മനസ്സിലാക്കുന്നത് വാക്കിലൂടെയാണ്. അപ്പൊ വാക്ക് ശുദ്ധീകരണം നടക്കണം. അതിനൊരു തപസ്സായിട്ട് ഏറ്റെടുക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ സാധിക്കണം. അതാണ് വാക്കിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. അതിന് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നു, ആധ്യാത്മിക ശാസ്ത്ര പഠനം നടത്തിക്കൊണ്ടേയിരിക്കണം, നിത്യയുക്തമായിട്ട് ചെയ്യണം. അപ്പൊ വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ദിവസം ഒരു നേരമെങ്കിലും സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കണം. അതോടൊപ്പം തന്നെ ഗീതാശാസ്ത്രം എടുത്തു പറയുന്നു, ഗീതാശാസ്ത്രമോ ഇല്ലേ ശാസ്ത്ര വിഷയങ്ങളോ നിത്യയുക്തമായിട്ട് ഒരധ്യായമെങ്കിലും വായിക്കണം. അതും സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നിത്യയുക്തമായിട്ട് പാരായണം ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ആധ്യാത്മിക ശാസ്ത്ര പഠനം നിങ്ങൾക്ക് നിത്യമായിട്ട് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് അക്ഷരബ്രഹ്മത്തെയും ശബ്ദബ്രഹ്മത്തെയും ആശ്രയിച്ചുകൊണ്ട് വാക്കുശുദ്ധി നിങ്ങൾക്കുണ്ടാകും. അതിൽ നിന്നാണ് വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ് ചെയ്യാൻ സാധിക്കും. തപസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും തെറ്റായിട്ട് ധരിക്കരുത്. കാവ്യവസ്ത്രം ഉടുത്ത് ഒരാശ്രമത്തിൽ പോയി ചേർന്നിട്ടോ ഇല്ലെങ്കിൽ ഒരു വരാന്തരീക്ഷത്തിൽ പോയിട്ട് നിശ്ചലമായിട്ട് ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുക, ശരീരം നിശ്ചലമാക്കി വെക്കുന്നതാണെന്ന് തപസ് എന്ന് ധരിക്കണ്ട.
പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ ഇതുപോലുള്ള കഠിനമായ തപസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഏകാന്തവാസത്തിന് പോയാലും വനത്തിൽ പോയാലും ഏകാന്തമായിട്ട് വസിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ വരെ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും നമുക്ക് സമാധാനത്തോടെ തപസ്സൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ മനസ്സ് ഏകാഗ്രം വരുത്തിയ ആള് ഈ നാട്ടിൽ തന്നെ ജീവിച്ചാലും അവരവരുടെ ഗ്രഹത്തിലിരുന്നു കൊണ്ട് തന്നെ തപസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ശരീരം കൊണ്ട്. അപ്പൊ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സിനെ പറ്റിയും വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സിനെ പറ്റിയും പറഞ്ഞു. ഇനി പറയുന്നത് മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്. മനസ്സാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ശരീരം കൊണ്ട് തപസ് ചെയ്യണമെങ്കിലും വാക്കുകൊണ്ട് തപസ് ചെയ്യണമെങ്കിലും അതിന്റെ മുഖ്യ കാരകൻ ഇല്ലേ, മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. അതുകൊണ്ട് മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മ വിനിഗ്രഹ മൗനം ആത്മവിനിഗ്രഹ ഭാവസം ശുദ്ധിരിത്യേത് തപോ മാനസമുച്ചതേ. മനസ്സിന്റെ തെളിമ, ശുദ്ധി, സൗമ്യഭാവം, മൗനം, വാഗ്മയമായ സംയമം, ആത്മനിയന്ത്രണം, സ്വഭാവശുദ്ധി എന്നിവ മനസ്സുകൊണ്ട് ഉള്ള തപസ് എന്ന് പറയപ്പെടുന്നു. മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കലാണ് ആത്മനിയന്ത്രണം. സ്വഭാവശുദ്ധി ആകട്ടെ കാപട്യം ഇല്ലാതെ അന്യരോട് പെരുമാറുന്നതിനാകുന്നു. അതുകൊണ്ട് മനസ്സിന്റെ തെളിമ, മനഃശുദ്ധിയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. ശരീരത്തെ പോലും നമുക്ക് യഥാവിധി നിഷ്കളങ്കമായിട്ട് അതിനെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും സംരക്ഷിച്ച ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ് ചെയ്യണമെങ്കിലും വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ് ചെയ്യണമെങ്കിലും മനസ്സാണ് കാരകൻ. മനസ്സ് ഈശ്വരന്റെ വിഭൂതിയാണ്. ഇന്ദ്രിയങ്ങളിൽ സിക്സ്ത് സെൻസ് എന്ന് പറയുന്നതാണ് മനസ്സ്. അത് ശുദ്ധമാക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മനസ്സിനെ ശുദ്ധമാക്കാൻ മന്ത്രങ്ങളെ കൊണ്ട് ത്രാണം ചെയ്യുക. മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനത്രാണയതി ഇതി മന്ത്രക. മന്ത്രങ്ങൾ നിരന്തരമായിട്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ അക്ഷരബ്രഹ്മത്തെയും ശബ്ദബ്രഹ്മത്തെ ഉപയോഗിച്ചുകൊണ്ട് ത്രാണനം ചെയ്താൽ, അതിനെ കടഞ്ഞെടുത്താൽ അതിൽ നിന്ന് നന്മയും തിന്മയും ഒക്കെ തന്നെ പുറത്തു വരും. പാലാഴിയിൽ നിന്ന് എന്തൊക്കെ പുറത്തു വന്നോ അതേപോലെ പുറത്തു വരും. അതൊക്കെ പുറത്തു വരുന്നത് തന്നെ ശുദ്ധീകരണമാണ്. മനഃശുദ്ധീകരണമാണ് അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ബാക്കി ആഭ്യന്തര ശുദ്ധി ഉണ്ടാകും. അപ്പൊ മനസ്സിനെ തെളിയിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഭക്തിയോഗത്തിന്റെ തന്നെ യഥാർത്ഥ ലക്ഷ്യം. മനഃശുദ്ധീകരണമാണ്. ആ മനസ്സ് ശുദ്ധീകരിഞ്ഞാൽ, അത് തെളിഞ്ഞാൽ അതിൽ നിന്നാണ് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കുക. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ തന്നെ മനഃശുദ്ധീകരണം നടക്കണം. കാരണം ഈശ്വരന്റെ വിഭൂതി എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ളത് മനസ്സാണ്. എന്നാൽ അത് അവ്യക്തമാണ് താനും. മനസ്സിന്റെ ശക്തി അപാരമാണ് താനും. ഞാനിത് പറയുന്ന സമയത്തും നിങ്ങൾ കേൾക്കുന്ന സമയത്തും മനസ്സുകൊണ്ട് എത്ര കിലോമീറ്റർ വരെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും, പല വിഷയങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. അത് തന്നെ മനസ്സിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. മനസ്സിന്റെ ശക്തി പ്രകാശ വേഗത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ മനസ്സിന്റെ ശുദ്ധീകരണം നടന്നാൽ മാത്രമേ സൗമ്യഭാവം വരൂ. വികാര വിക്ഷോഭങ്ങൾക്ക് മനസ്സ് ചഞ്ചലമല്ലാത്ത ആദിദൈവിക ദുഃഖത്തിന് കാരണവും മനസ്സാണ്. അപ്പൊ മനസ്സ് ഏകാഗ്രമാക്കി മനസ്സിനെ ഉറപ്പിച്ചാൽ തന്നെ ഈ പറയുന്ന സൗമ്യഭാവം, വിനയത്വം, ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സൊക്കെ യഥാവിധി അനുഷ്ഠിക്കാൻ സാധിക്കും. സാത്വിക സ്വഭാവമാണ് ഇതിന് ആധാരം. ജന്മവാസനകള് അതിൽ നമ്മൾ ചഞ്ചലാവസ്ഥ ഇല്ലാതെ സാത്വിക സ്വഭാവത്തെയും സാത്വിക കർമ്മങ്ങളെയും സാത്വിക യജ്ഞത്തെയും യഥാവിധി നടപ്പാക്കണമെങ്കിൽ അതിന് ശരീരത്തെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉപയോഗിക്കണമെങ്കിൽ മനസ്സാണ് കാരകൻ. മനസ്സ് ഗുരുവായൂരപ്പന്റെ നേരിട്ടുള്ള വിഭൂതിയാണ്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കണം. അതിന് സംയമനം പാലിക്കണം. ആത്മനിയന്ത്രണമാണ് മനസ്സുകൊണ്ട് ആദ്യം സാധിക്കേണ്ടത്. അത് ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ആത്മനിയന്ത്രണം സാധിക്കുക എന്ന് പറഞ്ഞത് ഇന്ദ്രിയ നിയന്ത്രണം ആണ്. പ്രത്യാഹാരമാണ് അഷ്ടാംഗ യോഗത്തിൽ ആത്മനിയന്ത്രണത്തിന്റെ ആധാരം പറയുന്നത്. അത് സ്വഭാവശുദ്ധി ഉണ്ടാക്കി തരും. അത് ഈശ്വര നിയമങ്ങളെ, യമനിയമങ്ങളെ യഥാവിധി പാലിക്കുന്നതാണ് സ്വഭാവശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധിക്കണമെന്ന ഒരു തപസ്സായിട്ട് ഏറ്റെടുത്ത് അത് ചെയ്യണം, എങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പം വിഷ്ണു സഹസ്രനാമ ദിവസവും ഞാൻ പറഞ്ഞു, വാക്മയമായ ശുദ്ധി ഉണ്ടാകുന്നതിന് വാക്മയമായ തപസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും വിഷ്ണു സഹസ്രനാമം ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഹസ്രനാമം, ശബ്ദബ്രഹ്മത്തെ ഉപയോഗിക്കണം, അക്ഷരബ്രഹ്മം ഉപയോഗിക്കണം. അത് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ അതിന് വേണ്ടിയിട്ട് ഏകാഗ്രമായ ആ സമയത്ത് ഫലേച്ഛയില്ലാതെ യജ്ഞഭാവനയോടുകൂടി സാത്വിക കർമ്മമായിട്ട് അത് ചെയ്യുക. അത് സ്വഭാവശുദ്ധി ഉണ്ടാക്കി തരും.
പിന്നെ ഗീതയിലെ ഒരു അധ്യായമെങ്കിലും വായിക്കാം, ഇല്ലെങ്കിൽ ഉപനിഷത്ത് വായിക്കാം, ഇല്ലെങ്കിൽ ബ്രഹ്മസൂത്രം വായിക്കാം. ഈ 3 പ്രസ്ഥാനത്രയങ്ങളിൽ ഏതെങ്കിലും, നമുക്കിപ്പം കരണീയമായിട്ടുള്ള ഗീതാശാസ്ത്രം പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ ഉപനിഷത്തുകളുമുണ്ട്, അർത്ഥമുണ്ട്. ഭഗവാൻ ഇതിനെ സംശീകരിച്ച് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമുക്ക് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഗീതാശാസ്ത്രമാണ്. ഭാഗവതോ നാരായണിയോ പഠിക്കുന്നത് പോലും ഗീതാശാസ്ത്രത്തിൽ ഉറപ്പ് വന്നിട്ട് മതി. അപ്പോഴേ എൻ്റെ നിഷ്ഠ അതാണ്. കാരണം അതിൻ്റെ കഥകളോ ഇല്ലെങ്കിൽ അതിൻ്റെ ഗതിവിഗതികളോ ഇല്ലെങ്കിൽ അതിൽ ഈ തത്വങ്ങൾ തന്നെയാണ് പറയുന്നതെങ്കിൽ അത് യഥാവധി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനഃശുദ്ധി വരാതെ നമുക്ക് സാധിക്കില്ല. യഥാർത്ഥ ഭക്തിയോഗത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും മനഃശുദ്ധീകരണമാണ്. മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായും. അപ്പൊ മനുഷ്യജന്മം കിട്ടിയാൽ ദേവന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ ആത്മനിയന്ത്രണം ഉണ്ടാകില്ല, അത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമുക്ക് ത്യാഗമനസ്ഥിതിയില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമുക്ക് ദയ ഉണ്ടാകില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ ആത്മനിയന്ത്രണം ഇല്ലാത്തതിൻ്റെയും നമുക്ക് ത്യാഗമനസ്ഥിതി ഇല്ലാത്തതിൻ്റെയും നമുക്ക് ദയയില്ലാത്തതിൻ്റെയും പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ഒരു ദിവസവും അതിൽ നിന്ന് ആത്മനിയന്ത്രണം ഇല്ലാത്തതിൻ്റെയും ഇല്ലെങ്കിൽ ത്യാഗമനസ്ഥിതി ഇല്ലാത്തതിൻ്റെയും ദയയില്ലാത്തതിൻ്റെയും നമ്മുടെ തന്നെ പെരുമാറ്റങ്ങളിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളവർ പെരുമാറുന്നതിൻ്റെ ഇല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പരിണത ഫലങ്ങൾ ഉദാഹരണ സഹിതം ഒരു ദിവസത്തെ വർത്തമാന പത്രത്തിൽ നിന്നോ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നോ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ആത്മനിയന്ത്രണം പാലിക്കണമെങ്കിൽ, ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കണമെങ്കിൽ മനസ്സാണ് കാരകൻ. മനസ്സ് ഗുരുവായൂരപ്പന്റെ നേരിട്ടുള്ള വിഭൂതിയാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ മനത്രാണയതീതി മന്ത്രഃ, ശബ്ദബ്രഹ്മത്തെയും അക്ഷരബ്രഹ്മത്തെയും ആശ്രയിച്ചുകൊണ്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ മന്ത്രം ജപിക്കുക തന്നെ വേണം മനസ്സ് ശുദ്ധീകരിക്കാൻ. നിങ്ങളൊരു 16 പ്രാവശ്യം ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ മനഃശുദ്ധീകരണം നടക്കും ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് മന്ത്രം ജപിച്ചാൽ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രനാശനം, എല്ലാത്തിനെയും കഴുകി കളയാനുള്ള ശക്തി അക്ഷരബ്രഹ്മത്തിനും ശബ്ദബ്രഹ്മത്തിനുമുണ്ട്. അത് ഇതൊന്നും അല്ലെങ്കിൽ സഹസ്രനാമോ അല്ലെങ്കിൽ ഗീതാശാസ്ത്രമോ ഒന്നും ഉറക്കെ വായിക്കാനില്ലേ, സംസ്കൃതം പഠിച്ചിട്ടില്ല എന്നൊക്കെ ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ഷോഡശാക്ഷരി മന്ത്രം ജപിച്ചോളൂ. വേണ്ട, നാരായണനാമം ജപിച്ചോളൂ, രാമരാമ എന്ന് ജപിച്ചോളൂ. പക്ഷെ അതൊക്കെ ദിവസം ഒരു 10-20 മിനിറ്റെങ്കിലും അതിനു വേണ്ടി ഈ യജ്ഞ അല്ലെങ്കിൽ ഫലേച്ഛയില്ലാതെ യജ്ഞഭാവനയോടുകൂടി സാത്വിക കർമ്മമായിട്ട് സാത്വിക സമയത്ത് ചെയ്താൽ അത്യുത്തമമായിട്ട് മാറുന്നർത്ഥം. അപ്പൊ അതിലൂടെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനം പോലും അത് നിഷ്പ്രയോജനമായിട്ട് പോകും. നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞ് പ്രകടന ഭക്തിയും ഇല്ലെങ്കിൽ പ്രത്യക്ഷ ഭക്തിയും കൊണ്ട് നടന്ന ക്ഷേത്രങ്ങളെല്ലാം കയറി ഇറങ്ങിയാലും എത്ര തന്നെ സപ്താഹം അറ്റൻഡ് ചെയ്താലും വേണ്ടില്ല, എത്രയൊക്കെ സത്സംഗങ്ങൾ പഠിച്ചാലും വേണ്ടില്ല, ഇതൊക്കെ കേട്ടാലും വേണ്ടില്ല. അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ആത്മനിയന്ത്രണവും ദയയും ത്യാഗമനസ്ഥിതിയും ഉണ്ടാകണം. വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കണം. കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന സ്വഭാവം അടക്കുക തന്നെ വേണം. അതാണ് സ്വഭാവശുദ്ധി ഉണ്ടാക്കാൻ കാരണം. ഒരിക്കലും കാപട്യം കാണിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മനസ്സിലുള്ളതിനെ മറച്ചു വെച്ചുകൊണ്ട് കേമത്തം കാണിക്കാൻ, ഇല്ലെങ്കിൽ പ്രകടനമാക്കാൻ, മറ്റുള്ളവരുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൊണ്ടു. ഒരു കുടുംബത്തിൽ തന്നെ പരസ്പര ബന്ധത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ വരുമ്പോൾ ഇവിടെ എങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഭാവത്തിൽ പെരുമാറും. അപ്പൊ എല്ലാ കുടുംബങ്ങളിലും നമ്മൾ അടുത്ത് പെരുമാറുമ്പോൾ, അടുത്ത് ചെല്ലുമ്പോൾ അവരുമായിട്ട് മനോനില പങ്കുവെച്ചാലാണ് അറിയുക അവിടെയുള്ള പ്രശ്നങ്ങൾ. പല കുടുംബങ്ങളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പോലും പരസ്പരം നമ്മുടെ ആബ്സൻസിൽ അവിടെ തൂത്തു മേമേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇട്ടും കടിപിടി കൂടുന്നവർ വരെ പുറത്തുനിന്ന് ഒരാൾ നമ്മളോ ഇല്ലെ മറ്റോ ആരെങ്കിലോ അതിഥികളായിട്ടോ ഇല്ലേ പുറത്തുനിന്നുള്ളവർ ചെല്ലുമ്പോൾ ഇതൊന്നും അവിടെ സംഭവിച്ച മട്ടില്ലാതെ പെരുമാറാൻ നമുക്കറിയാം. ഇതാണ് കാപട്യം എന്ന് പറയുന്നത്. ഇത് എന്താ പറഞ്ഞ കാലത്തിന്റെ ഗതിയില് നമുക്ക് തന്നെ ദോഷം ചെയ്യും. അവിദ്യാദി ദോഷങ്ങളാണിത്. അപ്പൊ കാപട്യം എന്ന് പറയുന്നത് മനസ്സിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് പെരുമാറാൻ സാധിക്കും. അപ്പം കുടുംബത്തിൽ അച്ഛനോ അമ്മയോ മക്കളോ ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ ഒക്കെ തമ്മിലുള്ള സ്പർദ്ധ മറച്ചു വെച്ചുകൊണ്ട് ചില കുടുംബങ്ങളിൽ ചെന്നാൽ ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടേ ഇല്ല. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു വ്യക്തിയെ കണ്ടാൽ ചിരിച്ചു കാണിക്കും. ചിരിച്ചു കാണിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ ചിലപ്പോൾ നമ്മളോട് ദേഷ്യം ഉണ്ടാകും. പക്ഷെ കാണുമ്പോൾ അതൊന്നും പ്രകടമാക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നത്, ഡിപ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് പെരുമാറുന്നതാണ് കാപട്യം എന്ന് പറയുന്നത്. നിഷ്കളങ്ക ഭാവത്തിന് ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയാം. ഞാനൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കും ആ വ്യക്തിയുടെ മനസ്സിലെന്താണ്. അപ്പൊ അതുകൊണ്ട്
നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന്റെ ശുദ്ധി ഇല്ലാത്തവരെ ശുദ്ധി ഉള്ളവരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാം, കണ്ണുകൾ നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ മനസ്സിന്റെ തെളിമ എന്ന് പറഞ്ഞാൽ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. കണ്ണാടിയാണ്, യാതൊരു സംശയവുമില്ല. മാനസിക നിലയെ മുഴുവൻ തിരിച്ചറിയാൻ മുഖലക്ഷണം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനാണ് ഇതൊക്കെ പഠിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനോ മനസ്സിനെ യഥാവിധി ശുദ്ധീകരിക്കപ്പെടാതെ അവിടെ ഈശ്വരന്റെ ശക്തി തെളിമയോടുകൂടി പ്രകാശിക്കില്ല എന്നർത്ഥം. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തണമെങ്കിൽ മനസ്സാണ് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക. നമ്മുടെ 11 ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അതിന്റെ മീഡിയേറ്ററായിട്ട് ഈ രണ്ടിനെയും യഥാവിധി ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും യഥാവിധി ഒരു മനുഷ്യൻ ഉപയോഗിക്കണ 11 ശക്തികളാണ് ഈശ്വരന്റെ പ്രത്യക്ഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആസുരി ഭാവത്തിനും അല്ലെങ്കിൽ ദൈവിക ഭാവത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ 11 ഇന്ദ്രിയങ്ങളെ ശ്രേഷ്ഠതയോടുകൂടി ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അതിന്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ വിഭൂതിയാകുന്ന മനസ്സിനെ ശുദ്ധീകരിക്കാതെ ആധ്യാത്മിക രംഗത്തിൽ ഉയർച്ച ഉണ്ടാകുകയില്ല. ഭക്തിയോഗത്തിൽ യഥാർത്ഥ സിദ്ധി ലഭിക്കുകയില്ല. ഭക്തിയോഗത്തിന്റെ യഥാർത്ഥ സിദ്ധി ജ്ഞാനമാണ്. അതുകൊണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഭക്തിയോഗത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായനമാർഗേണ മഹിമഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.